ഹലോ ഫ്രണ്ട്സ്, ക്രിപ്റ്റോ ലൈവിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ കുറെ നാളുകൾക്ക് ശേഷമാണ് കഴിഞ്ഞൊരു വീഡിയോ അപ്ലോഡ് ചെയ്തത്. അപ്പൊ ആ ഒരു വീഡിയോക്ക് നല്ല റെസ്പോൺസ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് വീണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ബിറ്റ്കോയിന്റെ പ്രൈസ് മൂവ്മെന്റ്സും അതുപോലെ വേറെ പുതിയ കുറച്ച് അപ്ഡേറ്റ്സും ഒക്കെ പറയുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇത് ബിറ്റ്കോയിന്റെ ഡെയിലി ചാർട്ട് ആണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 100K എന്ന് പറയുന്ന ആ ഒരു മാർക്ക് ടച്ച് ചെയ്യാതെയാണ് BTC ഇപ്പോ ചെറിയൊരു കറക്ഷൻ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഈ 100K എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലെവലാണ്. സൈക്കോളജിക്കലിയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം കഴിഞ്ഞ ബുൾ റൺ മുതലേ എല്ലാവരും പറയുന്ന ഒരു നമ്പറാണ് 100K എന്ന് പറയുന്ന ഈ ഒരു നമ്പർ. കഴിഞ്ഞ ബുൾ റണ്ണിലെല്ലാം ഞാൻ പലതവണ കേട്ടിരിക്കുന്ന ഒരു സംഭവമായിരുന്നു 100K വരെ BTC എത്തും. ഇൻഫ്ലുവൻസേഴ്സ് അടക്കം ഈ ഒരു ന്യൂസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കണ്ടു ഏകദേശം 72,000 വരെ വന്നിട്ട് BTC നല്ല രീതിയിൽ ഡ്രോപ്പ് ചെയ്തു. നിങ്ങൾക്ക് അറിയാം 15,000 വരെ BTC വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി BTC 100K ടച്ച് ചെയ്യുമോ അല്ലെങ്കിൽ 100K ക്രോസ് ചെയ്ത് 150Kയിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ICT ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഇപ്പൊ BTC വന്ന് ഒരു സപ്പോർട്ട് എടുത്തിട്ട് ഇപ്പൊ തിരിച്ചു പോയിരിക്കുന്നത്. ഇതിപ്പോ BTCയുടെ പെർപ്പച്വൽ കോൺട്രാക്ട് ആണ്, പെർപ്പച്വൽ ചാർട്ടാണ്, ബിനാൻസിന്റെ ചാർട്ടാണ്. 99,660 നമ്മുടെ ഹൈ എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ ബിറ്റ്കോയിൻ ഒരു സപ്പോർട്ട് എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു റീട്രേസ്മെന്റ് നടത്തിയിരിക്കുന്നത് ഈ ഒരു ലൈനിൽ നിന്നാണ്. അപ്പൊ ഈ ഒരു ലൈനിന്റെ പ്രത്യേകത ഇപ്പൊ ICT പഠിക്കുന്നവർ അല്ലെങ്കിൽ ICT അറിയാവുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ചെറിയൊരു ഐഡിയ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെയിലിയിലെ OB ആണ്, അല്ലെങ്കിൽ നമ്മൾ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്ന ലിക്വിഡിറ്റി ആണ് നിങ്ങൾ കാണുന്നത്. അപ്പൊ ഈ ഒരു ലിക്വിഡിറ്റിയിൽ ടച്ച് ചെയ്തിട്ടാണ് BTC ഇങ്ങനെ ഒരു റിവേഴ്സൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റീട്രേസ്മെന്റ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഞാനിവിടെ ഓൾറെഡി ഒരു ഡെയിലിയിലെ ഒരു FVG മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഇത് ഡെയിലിയിലെ FVG ആണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് മാർക്ക് ചെയ്തിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഹയർ ടൈം ഫ്രെയിമുകളിലെ FVGയും OBയും എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ലിക്വിഡിറ്റീസ് ആണ്. അപ്പൊ ആ ഒരു പോയിന്റിലെല്ലാം വന്നിട്ട് പ്രൈസ് റിയാക്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ FVGs എല്ലാം മാർക്ക് ചെയ്ത് വെക്കുന്നത്. അപ്പൊ ഡെയിലിയിലെ FVG ഫില്ല് ചെയ്തിട്ട് പ്രൈസ് താഴത്തേക്ക് വന്നില്ല അല്ലെങ്കിൽ അവിടുന്ന് റിയാക്ഷൻ നമുക്ക് കിട്ടിയില്ല. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം 4 ഹവറിലെ ഈ ഒരു FVG ഇവിടെ നിങ്ങൾക്ക് കാണാം, നല്ലൊരു FVG ഇവിടെ 4 ഹവറിൽ നമുക്ക് പ്രൈസ് തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു FVGയിൽ വന്നിട്ട് പ്രൈസ് നല്ലൊരു ബ്രേക്ക് നമുക്ക് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ താഴത്തേക്ക് ഒരു മൂവ്മെന്റ് തന്നിട്ടുണ്ട്. 1 ഹവറിൽ നോക്കുകയാണെങ്കിലും നമുക്ക് ഇതൊരു നല്ലൊരു ബ്രേക്ക് തന്നെയാണ്. അപ്പൊ ഞാൻ ഓൾറെഡി BTC കറക്ഷനിലേക്ക് തന്നെ പോകും എന്ന് എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഒരാൾ തന്നെയായിരുന്നു. കാരണം 100K എന്ന് പറയുന്ന ലെവൽ എല്ലാവരും എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഒരു ലെവലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പൊ 99,000 99K വന്നപ്പോൾ തന്നെ ബൈ ചെയ്ത ആൾക്കാരുണ്ടോ? കാരണം 100Kയിലേക്ക് എത്തും എന്നുള്ള കാര്യം മീഡിയ അടക്കം അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് അടക്കം പറയുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ 100% ഷുവർ എന്ന് പറയുന്ന രീതിയിൽ പറയുന്ന ഒരു കാര്യമാണ് 100K എന്തായാലും BTC എത്തും എന്നുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ 99,500 വാങ്ങിയ ആൾക്കാർ വരെ കാണും. പക്ഷെ ബിഗ് പ്ലേയേഴ്സിന്റെ ഒരു പ്ലേ എവിടെയാണ് നടക്കുന്നത്? കാരണം കൂടുതൽ ആളുകളും ഈ ഒരു ലെവലിൽ നിന്നെല്ലാം ബൈ ചെയ്ത ആൾക്കാരായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ബിഗ് ബയേഴ്സ് എല്ലാം കാണുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിനെ മാക്സിമം താഴത്തേക്ക് കൊണ്ടുവന്ന് മാക്സിമം കറക്റ്റ് ചെയ്യിപ്പിക്കാനായിരിക്കും ബിഗ് ബയേഴ്സ് അല്ലെങ്കിൽ സ്മാർട്ട് മണി ട്രേഡേഴ്സ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്രയും വലിയൊരു ഫോള് 100K ടച്ച് ചെയ്യാതെ തന്നെ BTC ഇത്രയും വലിയൊരു ഫോളിലേക്ക് അല്ലെങ്കിൽ 100Kയിൽ നിന്ന് 91Kയിലേക്ക് ഏകദേശം $9,000 ആണ് BTC ഫോളോ ചെയ്തത്. അപ്പൊ നമുക്കിപ്പോ നോക്കിയാൽ അറിയാം 4 ഹവർ ചാർട്ട് നോക്കുകയാണെങ്കിൽ BTC ഇപ്പൊ ഡബിൾ ബ്രേക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇതൊരു സ്വിംഗ് ലോ ആണ്. അപ്പൊ ഇവിടെ ഒരു ബ്രേക്ക് നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് താഴെ നോക്കുകയാണെങ്കിൽ ഇതും ഒരു സ്വിംഗ് ലോ ആണ്. ഈ ഒരു ലോയും നല്ല രീതിയിൽ ബോഡി ബ്രേക്കോട് തന്നെയാണ് പ്രൈസ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷെ OBയിൽ വന്നിട്ട് നല്ലൊരു റിയാക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. BTCന് 100K ടച്ച് ചെയ്യുമോ ഇല്ലയോ എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ സാധിക്കില്ല. അതിനാണ് നമ്മൾ ഓരോ FVGകൾ അല്ലെങ്കിൽ ലിക്വിഡിറ്റീസിൽ വരുമ്പോൾ പ്രൈസ് വരുമ്പോൾ അത് റിയാക്ട് ചെയ്ത് നോക്കിയിട്ടായിരിക്കും നമ്മൾ ട്രേഡ്സിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അപ്പൊ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് BTC കുറച്ചുകൂടി മുകളിലേക്ക് പോയിട്ട് ഏകദേശം ഈ FVG കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം ഇപ്പോഴും ഒരു ബൈ പ്രഷർ തന്നെയാണ് BTCയിലുള്ളത്. അപ്പൊ ഏകദേശം 98Kയിലേക്ക് എല്ലാം BTC വന്നിട്ടായിരിക്കും ഇനി നമ്മൾ അടുത്തൊരു കറക്ഷൻ കാണാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ BTCയുടെ പ്രൈസ് ഈ ഒരു റീജിയനിൽ നിന്നെല്ലാം മുകളിലേക്ക് വന്ന് ഈ ഒരു FVG കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു വിക്ക് നമുക്ക് തരുന്നുണ്ടോ, പ്രൈസ് തരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു FVG കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്തിട്ട് നമുക്ക് 1 ഹവറിലോ 15 മിനിറ്റിലോ ഒരു ബ്രേക്ക് ഇവിടെ തരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ഷോർട്ട് ട്രേഡിലേക്ക് പോകാവുന്നതേ ഉള്ളൂ. അപ്പൊ ഈ ഒരു കൺഫർമേഷൻ ഇല്ലാതെ ട്രേഡിലേക്ക് എൻ്റർ ചെയ്യാൻ നിൽക്കരുത്. കാരണം BTC ഹൈലി ബുള്ളിഷ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സമയങ്ങളിൽ നല്ല കൺഫർമേഷൻസ് ഇല്ലാതെ ഷോർട്ട് ട്രേഡിലേക്ക് എൻ്റർ ചെയ്താൽ അത് വലിയൊരു ട്രാപ്പായിട്ട് മാറും. നമ്മൾ
ലിക്വിഡേറ്റ് ആവാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ്. അപ്പൊ കഴിഞ്ഞ വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ കുറച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ല ടോക്കൺസ് ഏതൊക്കെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒരു ടോക്കൺ എന്ന് പറയുന്നത് ARB-USD ആണ്, അല്ലെങ്കിൽ നമ്മൾ ആർബിട്രം എന്ന് പറയും. അപ്പൊ ആർബിട്രം എന്ന് പറയുന്നത് ഒരു ബ്ലോക്ക് ചെയിൻ ആണ്. നമ്മൾ എത്തീരിയം ഒക്കെ പോലെ അല്ലെങ്കിൽ ബിനാൻസ് സ്മാർട്ട് ചെയിൻ ഒക്കെ പോലെ ഒരു ബ്ലോക്ക് ചെയിൻ തന്നെയാണ് ആർബിട്രം എന്ന് പറയുന്നത്. വളരെ നല്ലൊരു പ്രൊജക്ട് ആണ്, വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു പ്രൊജക്ട് ആണ്. ഞാൻ ആർബിട്രം ചെയിൻ ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തിയിട്ടുള്ള ആളാണ്. ഇപ്പോൾ ഉള്ളതിൽ വെച്ച് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ട്രാൻസാക്ഷൻസ് നടത്തുന്ന ഒരു ചെയിൻ കൂടിയാണ് ആർബിട്രം എന്ന് പറയുന്നത്. അപ്പൊ ആർബിട്രം ഏകദേശം നല്ല രീതിയിൽ താഴത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്റെ ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പൊ നോക്കിയാൽ കാണാം, ഏകദേശം $2 മുകളിലാണ്. 2.4 ആണ് ഇതിന്റെ ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത്. വലിയൊരു കറക്ഷൻ വന്നപ്പോഴും ഇതിന്റെ ഏറ്റവും ലോ എന്ന് പറയുന്നത് 0.42 ആണ്, അതിൽ താഴത്തേക്ക് വന്നിട്ടില്ല. അപ്പോ ഇനിയും പ്രൈസ് കുറച്ചുകൂടി താഴത്തേക്ക് വരാനുണ്ട്. നമ്മള് ICT പ്രകാരം നോക്കുകയാണെങ്കിൽ ഈ ഒരു FEG-യിലൊക്കെ പ്രൈസ് ഒന്നുകൂടി ഒന്ന് മിറ്റിഗേറ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതായത് FEG എന്ന് പറയുന്നത് ഏകദേശം 0.80 വരുന്നത്. അപ്പൊ നിങ്ങൾ ബൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ 0.80 എന്ന ലെവലിൽ ആർബിട്രം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ബൈ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ടാർഗറ്റ് $2 അല്ലെങ്കിൽ നിങ്ങൾക്ക് ARB ടോക്കൺ ഹോൾഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം എന്തായാലും നമ്മുടെ പോർട്ട്ഫോളിയോ പ്രകാരം ഏകദേശം 5x എങ്കിലും റിട്ടേൺസ് തരാൻ സാധ്യതയുള്ള ഒരു കോയിനാണ് ആർബിട്രം എന്ന് പറയുന്നത്. മാർക്കറ്റ് ക്യാപ്പ് ആണെങ്കിലും വലിയ മാർക്കറ്റ് ക്യാപ്പ് ഒന്നും വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു മൂവ്മെന്റ് നമ്മൾ ഈ ഒരു ARB അല്ലെങ്കിൽ ആർബിട്രം പ്രൊജക്റ്റിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ബിറ്റ്കോയിന്റെ റണ്ണ് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഇനി വരാൻ പോകുന്നത് ബാക്കിയുള്ള ആൾട്ട് കോയിൻസിന്റെ റണ്ണുകളാണ്. അപ്പൊ നിങ്ങൾ ദയവ് ചെയ്ത് മെം കോയിൻസിന്റെ പുറകെ പോവാതിരിക്കുക. കാരണം അതെല്ലാം ഒരു ലോട്ടറി എടുക്കുന്ന പോലെയാണ്. ഏത് എപ്പോ എവിടെ പോകും നമുക്ക് ഒരു ധാരണ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് വളരെ ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള നല്ലൊരു സ്ട്രോങ് പ്രൊജക്ട് ബാക്കപ്പ് ആയിട്ടുള്ള മാർക്കറ്റ് ക്യാപ്പ് വളരെ കുറവുള്ള കോയിൻസ് സെലക്ട് ചെയ്തിട്ട് സെലക്റ്റീവ് ആയിട്ട് ഇൻവെസ്റ്റേഴ്സ്. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിക്കുകയാണ്. താങ്ക്